എല്ലാവർക്കും റേസൈകളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാം വരാൻ പോവാണ്. എല്ലാവർക്കും സംശയമുള്ള ഒരു പാഠമാണ് ഏത്? അശ്വമേധം. അശ്വമേധത്തിന്റെ ആശയവും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കമന്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വമേധം ആരാണ് എഴുതിയിരിക്കുന്നത്? വയലാർ. ഇത് നമുക്ക് എങ്ങനെ മറന്നു പോകാതെ പഠിക്കാം? അശ്വം പോകുന്നത് വയലിലൂടെയാണ് എന്ന് ഓർത്ത് വെച്ചാൽ അശ്വമേധം എഴുതിയത് വയലാറാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടിക്കോളും. എന്താണ് ഇനി ഇതിൽ പറയുന്ന ആശയം? വയലാർ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം മനുഷ്യന്റെ കഴിവിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനത്തിൽ അത്രയധികം വിശ്വാസം ഉറപ്പിച്ച ഒരു എഴുത്തുകാരനാണ് വയലാർ. അദ്ദേഹത്തിന് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ മനുഷ്യന്റെ സർഗാത്മകത, നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള അല്ലെങ്കിൽ എഴുതാനുള്ള, നമുക്ക് സാഹിത്യ രചനയ്ക്കൊക്കെയുള്ള കഴിവുകളുണ്ട് അല്ലെ. നമ്മൾ സമൂഹത്തിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ ഒരു മന്ത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ നിന്നോ മായയിൽ നിന്നോ ഒന്നും ലഭിച്ചതല്ല. അവൻ ജന്മസിദ്ധമായിട്ട് അവന്റെ തലച്ചോറിലുള്ള അറിവ് കൊണ്ടാണ് അവൻ ഇതിനൊക്കെ പ്രതികരിക്കുന്നതും അവൻ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആശയം നിങ്ങൾ ആലോചിക്കാം. മനുഷ്യന്റെ സർഗശക്തിയെക്കുറിച്ച്, ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അശ്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ സർഗശക്തിയാണ്. ആ കുതിരയെ, സർഗശക്തിയാകുന്ന കുതിരയെ വിട്ടയക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു ഭൂമിയിലാണ്. അതായത് നമ്മുടെ വിശ്വഭാരത ഭൂമികയിലാണ് അതായത് നമ്മുടെ ഇന്ത്യയിലാണ് ഈ ഒരു അശ്വത്തെ വിട്ടയക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് മനുഷ്യന്റെ സർഗശക്തി ഉപയോഗിച്ച് എത്തിയത് എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മിസ് അതൊന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. അതായത് നമ്മൾ മനുഷ്യർ ജനിച്ചത് എന്നാണടാ, അല്ലെങ്കിൽ മനുഷ്യർ ആദിമ മനുഷ്യരൊക്കെ ജനിച്ചത് എവിടെയാ? കാട്ടിലാണെന്നാണല്ലോ നമ്മൾ പറയപ്പെടുന്നത് അല്ലെ. നമ്മൾ വസ്ത്രമൊന്നും ഇല്ലാതെ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ജനിച്ച മനുഷ്യർ സ്വന്തമായിട്ട് ആദ്യം ചില ശബ്ദങ്ങളിലൂടെ അവർ ആശയം കൈമാറി. അതിനുശേഷം അവർ ഭാഷ കണ്ടെത്തി. അതിനുശേഷം പാട്ടുകളും അതൊക്കെ വാമൊഴിയായിട്ട് അവർ കൈമാറി, തലമുറകളിലൂടെ കൈമാറി അല്ലെ. നമ്മൾ തീ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു. ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ്? കാട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് കവിതയിൽ ആദ്യ ഭാഗത്തൊക്കെ പറയുന്നത് പ്രകൃതിയോട് മല്ലിട്ട് നേടിയതാണ് അല്ലെ ആ കുതിരയുടെ ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദിമ മനുഷ്യർ താമസിച്ചിരുന്നത് കാട്ടിലായിരുന്നു. ആ കാട്ടിനോട് പൊരുതിക്കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന ഒരു സമൂഹത്തിലേക്ക് എത്തപ്പെട്ടത് എന്നതാണ് ആ ഒരു വരി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യ കാവ്യം അല്ലെ, നമ്മുടെ വാത്മീകിയുടെ രാമായണം എഴുതപ്പെടുന്നതും എവിടെയാണ്? ഈ കാട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം എവിടെയാണ് നമ്മൾ മനുഷ്യർ കാട്ടിൽ വെച്ചിട്ട് മനുഷ്യന്റെ സർഗശക്തി ഉപയോഗിച്ചതിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം നമ്മൾക്ക് രാജഭരണം, നിങ്ങൾ ബാഹുബലി അതുപോലെ തന്നെ ധീര ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും രാജഭരണം. അങ്ങനെയുള്ള രാജഭരണം പിന്നീട് വന്നു. ഈ രാജഭരണത്തിന്റെ സമയത്ത് രാജാക്കന്മാരൊക്കെ അവരെ പ്രകീർത്തിച്ച് അല്ലെങ്കിൽ അവരുടെ രാജ്യഭരണത്തെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ എഴുതാൻ വേണ്ടി സാഹിത്യത്തെ ഉപയോഗിച്ചിരുന്നു. അതാണ് ഒരുപാട് രാജോന്മത്ത സേനകൾ വന്നു പടപ്പാളയത്തിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാജാക്കന്മാർ അവരുടെ കീഴിൽ അല്ലെ സർഗശക്തിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അധീനതയിലാക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ അശ്വം അല്ലെ, നമ്മുടെ മനുഷ്യന്റെ ആ ഒരു സർഗശക്തി അവിടെയും കീഴടങ്ങാതെ പിന്നീട് രാജഭരണമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, അതും തകർക്കപ്പെട്ടു മനുഷ്യന്റെ ഈ സർഗശക്തി കൊണ്ട്. പിന്നീട് ഒരുപാട് ദൈവങ്ങൾ അല്ലെ, ഒരുപാട് ദൈവങ്ങൾ നമ്മുടെ ഈ ഒരു സർഗശക്തിയെ, അതായത് നമ്മുടെ ദൈവങ്ങളെ ഒരു പ്രകീർത്തിക്കുന്ന, ദൈവങ്ങൾക്ക് വേണ്ടി സ്തുതി ഗീതങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിൽ നമ്മുടെ സാഹിത്യത്തെ ഉപയോഗിക്കപ്പെട്ടു. അതാണ് ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർഗശക്തിയെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിനെ പ്രകീർത്തിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്നതിനെയാണ് ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതിനുശേഷം മനുഷ്യന്റെ സർഗശക്തി അല്ലെങ്കിൽ എഴുതാനുള്ള കഴിവ്, പ്രതികരിക്കാനുള്ള കഴിവ്, ഇതിനെ ചില ഉയർന്ന വർഗക്കാർ അല്ലെ, ഒരുപാട് സവർണരായിട്ടുള്ള ഈ ബ്രാഹ്മണരൊക്കെ അല്ലേ, അവരുടെ എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ആഗമ തത്വവേദികൾ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതാരാണ്? ഉയർന്ന നമ്മുടെ ബ്രാഹ്മണരെ പോലുള്ള ആളുകളാണ്. അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ ആ ഒരു സമുദായത്തിൽ മാത്രം മനുഷ്യന്റെ സർഗശക്തി, മനുഷ്യന്റെ അറിവുകളൊക്കെ ഉപയോഗിക്കാൻ നോക്കി അല്ലെ. നമ്മുടെ എഴുത്തച്ഛൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ എഴുത്ത് അവരുടെ കീഴിൽ മാത്രം
എന്താണ് ഒന്ന്, അതായത് സംസ്കൃതത്തിൽ മാത്രം എഴുതുക, ആ രീതിക്ക് എന്താണ് ഒതുക്കപ്പെട്ടിരുന്നു. അതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എന്താണ്, മണ്ണിൽ പണിയെടുത്തവർ എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, അത് തൊഴിലാളികളെയാണ്. അവിടെയും എന്താണ്, അതായത് ബ്രാഹ്മണരിലും അല്ലെങ്കിൽ ഉയർന്ന സമുദായത്തിലും മനുഷ്യന്റെ അധ്വാന ബലം നിൽക്കാതെ, അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ കഴിവ്, അറിവ് അത് നിൽക്കാതെ പിന്നീട് പോയത് എങ്ങോട്ടാണ്, തൊഴിലാളികളാണ്. തൊഴിലാളികൾ എന്ത് ചെയ്തു, അവരുടെ സർഗശക്തി കൃത്യമായിട്ട് സാമൂഹിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചു. അവര് പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ എന്താണ് വാമൊഴിയായിട്ടും ഒക്കെ എന്താണ് അവരുടെ സർഗശക്തി കൃത്യമായിട്ട് ഉപയോഗിച്ച് സമൂഹത്തെ എന്താണ് പുരോഗതിയിലേക്ക് നയിച്ചു. ഈ തൊഴിലാളികളിൽ നിന്നും, അതായത് നമ്മുടെ തൊട്ട് ജനറേഷൻ ആരായിരുന്നടാ, കൃഷി ചെയ്യുന്നവര്, അധ്വാനിക്കുന്നവര് അല്ലെ, ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ, അങ്ങനെയല്ലേ. അപ്പൊ അവരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് എന്താണ് ഈ ഒരു സർഗശക്തി കിട്ടിയത് എന്നാണ് ആര് പറയുന്നത്, വയലാറ് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നും വാങ്ങിയതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ, ഈ സമൂഹത്തിന്റെ ശക്തിയാണ് ഞാൻ, ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എഴുതാനാണ് ഞാൻ എന്താണ് നിലയുറച്ചിരിക്കുന്നത്. അത് ഞാൻ എഴുതുക തന്നെ ചെയ്യും. എൻ്റെ സർഗശക്തി, എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ അറിവ് എന്താണ് ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും. അതിനെ ആർക്കും തടയാൻ പറ്റില്ല. എൻ്റെ കുതിരയെ എന്താണ്, എൻ്റെ കുതിരയാകുന്ന ഈ ഒരു അറിവ് സമൂഹത്തിന്റെ പുരോഗതിക്കായി ഞാൻ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അശ്വമേധം. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ജനിച്ച അന്ന് മുതലുള്ള നമ്മുടെ അറിവ്, അല്ലെങ്കിൽ എഴുതാനുള്ള കഴിവ്, സാഹിത്യം, ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആർക്കും എന്താണ് നമ്മുടെ അറിവിനെ ഒന്നിന്റെയും കീഴിലാക്കി വെക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന കവിതയാണ് ഇത് അശ്വമേധം. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിലും സിമ്പിൾ ആയിട്ട് ഇനിയിപ്പോൾ വേറെ ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് മിസ്സിന് അറിയാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഇതിലെ കുറച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ മിസ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് 4 മാർക്കിന് ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം. എന്താണ്, വയലാറിനെ പോലെ മനുഷ്യന്റെ സർഗശക്തി വൈഭവത്തിൽ ഇത്രയേറെ വിശ്വാസം അർപ്പിച്ച മറ്റൊരു കഥയും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. കഥ എന്ന് മാറ്റിയിട്ട് നിങ്ങളത് കവിത എന്നാക്കിക്കൊള്ളി കേട്ടോ. മറ്റൊരു കവിതയും എന്താണ് മലയാളത്തിലില്ല. മനുഷ്യന്റെ സകല നേട്ടങ്ങളുടെയും പിന്നിലെ പ്രേരണ ശക്തി സർഗ വൈഭവം തന്നെയാണ്. മാനവരാശിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സർഗശക്തി പ്രയോജനപ്പെട്ടത് എപ്രകാരമാണ്, എങ്ങനെയാണ് മനുഷ്യന്റെ ഈ ഒരു കാലഘട്ടത്തിൽ, മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇന്ന് കാണുന്നത് വരെ മനുഷ്യന്റെ സർഗശക്തി പ്രയോജനപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുക. ഇനി കുറച്ചുകൂടെ ആശയം വേണ്ടവർക്ക് മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിദീർഘമായ ഭൂമിയുടെ ചരിത്രത്തിൽ ഏതാണ്ട് അത്ര തന്നെ നീണ്ട ജീവ ലോക ചരിത്രത്തിൽ വളരെ വളരെ വൈകി വന്ന ഒരു നവഘാതമാണ് ആര്, മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഏറ്റവും അവസാനം, അല്ലെങ്കിൽ എന്താണ് കുറെ കാലഘട്ടത്തിന് ശേഷമാണ് മനുഷ്യൻ ജനിച്ചിട്ടുള്ളത്. എങ്കിലും തൻ്റെ സർഗാത്മകതയുടെയും ബുദ്ധിയുടെയും ചിന്തകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി മനുഷ്യൻ ശിലായുഗവും ലോഹയുഗവും താണ്ടി ആധുനിക യുഗത്തിൽ എത്തുന്നു. അതാണ് മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ കഴിവും അറിവും ഉപയോഗിച്ച് ഏതൊക്കെ ശിലായുഗം കഴിഞ്ഞു, അല്ലെ ലോഹയുഗം കഴിഞ്ഞു, ഇന്നത്തെ കാണുന്ന ആധുനിക യുഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് ഈ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ച ജീവിയാണ് മനുഷ്യൻ. അതായത് തലച്ചോറ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ബുദ്ധി, അറിവ്, ഇതൊക്കെ ഉള്ളത് ആർക്കാണ്, നമ്മുടെ മനുഷ്യനാണ്. വിവേചന ബുദ്ധിയുള്ള ഏകജീവിയും മനുഷ്യൻ തന്നെ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ ചോദ്യം ചോദിക്കുന്നേരം ഇങ്ങനെ തന്നെ ഇൻട്രൊഡക്ഷൻ എഴുതാവുന്നതാണ്. മാനസികവും സാംസ്കാരികവുമായ പുരോഗതി പ്രാപിച്ച മനുഷ്യൻ ഇന്ന് ഭൂമിയിലുള്ള മറ്റേത് ജീവജാലത്തെക്കാളും മാനസിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഭൂമിക്ക് അപ്പുറത്ത് ശൂന്യാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യന്റെ സന്ദർശനം എത്തുന്നു. ഇതൊക്കെയാണ് ഈ ഒരു കവിതയുടെ മെയിൻ ആശയം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് അല്ലെ അവന്റെ സർഗശക്തി ഉപയോഗിച്ചത് എന്നതാണ് പറയുന്നത്. ഇനി ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും എന്താണ്, നമുക്കൊരു ഉപന്യാസം ചോദിക്കും. അജയ്യമായിട്ടുള്ള മനുഷ്യശക്തി, മനുഷ്യന്റെ ശക്തി എന്താണ്, അജയ്യമാണ്, ആർക്കും എന്താണ് കീഴടക്കാൻ പറ്റാത്തതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എസ്സേ വരികയാണ്, അല്ലെ ഒരു 6 മാർക്കിന് ചോദ്യം വരികയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു തലക്കെട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതെന്താണ്, ഉപന്യാസമാണ്. അപ്പൊ തലക്കെട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാം. എന്താണ് മനുഷ്യന്റെ ഈ ഒരു ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. മനുഷ്യൻ എങ്ങനെയാണ് പുരോഗമിച്ചത്, മനുഷ്യൻ എങ്ങനെയാണ് ഇന്ന് കാണുന്ന യുഗത്തിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് ഒരു കോമൺ ആയിട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം എന്താണ് ഈ കവിതയിൽ പറയുന്നത്, അതായത് മണ്ണിനോടും മൃഗങ്ങളോടും പൊരുതി ജീവിച്ച ആദിമ മനുഷ്യനിൽ നിന്ന് ചൊവ്വാഗ്രഹത്തിലേക്ക് ആളെ അയക്കാൻ ആലോചിക്കുന്ന മനുഷ്യനിലേക്കുള്ള പ്രയാണം ഒട്ടും എളുപ്പമായിരുന്നില്ല. മനുഷ്യന്റെ ചിന്തകളുടെ മധുരഫലമാണ് ഈ വിജയങ്ങളെല്ലാം. ആദിമ മനുഷ്യനിൽ നിന്നുള്ള ആദ്യ ചവിട്ടുപടി മൃഗങ്ങളെ വേട്ടയാടാനും അവയിൽ
അവയിൽ നിന്ന് രക്ഷ നേടാനുമുള്ള ആയുധങ്ങളായിരുന്നു. പിന്നീട് തീ ഉപയോഗിക്കാൻ പഠിച്ചതോടെ അവൻ അല്പം കൂടി മുന്നേറി. അവിടെ നിന്നും കൃഷി ചെയ്തു, വീടുകൾ നിർമ്മിച്ചു, ചക്രങ്ങൾ, വണ്ടി ഉപയോഗിച്ചു. അവൻ തന്റെ കുതിപ്പിന് വേഗം കൂട്ടി. ഇതിനിടയിൽ പ്രകൃതി ദുരന്തങ്ങളായും മഹാമാരികളായും യുദ്ധങ്ങളായും നിരവധി വെല്ലുവിളികൾ അവന് നേരിടേണ്ടി വന്നു. കൂട്ടായ്മ, ബുദ്ധിശക്തി, ഇതിലൂടെ ഒക്കെയാണ് അവൻ അതിനെ മറികടന്നത്. ഇങ്ങനെയുള്ള മനുഷ്യൻ പ്രകൃതിയോട് നിരന്തരം പടപൊരുതിയിട്ടാണ് ഇന്ന് കാണുന്ന ശക്തിയിൽ എത്തിയിട്ടുള്ളത്, ഇന്ന് കാണുന്ന ലോകത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, പ്രകൃതിയോട് പടപൊരുതിയിട്ടാണ് ഇന്ന് കാണുന്ന ലോകത്തിൽ എത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രളയം മുതലായിട്ടുള്ള ഒരുപാട് മഹാമാരികളോടൊക്കെ മല്ലിട്ടുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന ലോകത്തിൽ എത്തിയിരിക്കുന്നത്. തലമുറകൾക്ക് മുന്നേ മനുഷ്യൻ ആരംഭിച്ച പ്രയാണം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. ഭൂമിയെ കീഴടക്കി നാം ഇപ്പോൾ നക്ഷത്രങ്ങളെയും മറ്റ് ഗ്രഹങ്ങളെയും സ്വപ്നം കാണുന്നു. ഇങ്ങനെ മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിയോട് മല്ലിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ രാജഭരണം, ദൈവം, അതുപോലെ തന്നെ ഉയർന്ന ആളുകൾ, ഇവരൊക്കെ സർഗശക്തിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും അതിലൊന്നും കീഴ്പ്പെടാതെ ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്ന് വിശദീകരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഉപന്യാസം എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ആമുഖം കൊടുക്കുക, പിന്നീട് നമ്മുടെ കവിത ഒന്ന് നിങ്ങൾ വിശദീകരിക്കുക, എന്താണ് അതിൽ പറയുന്നത്, വയലാറിനെ കുറിച്ച് പറയുക, അതുപോലെ തന്നെ മനുഷ്യന്റെ ശക്തിയെ കുറിച്ച് പറയുക, ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് എത്തിയത്, എന്നിട്ട് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അല്ലെ, മനുഷ്യനെ പോലെ ഇത്രയും ബുദ്ധിശക്തിയുള്ള ഒരു ജീവി നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാം അജയ്യനായി മാറുന്നതും ആ സർഗശക്തി കൊണ്ട് തന്നെയാണ്. അല്ലെ, മനുഷ്യൻ അജയ്യനായിട്ട് ആർക്കും കീഴ്പ്പെടുത്താനാവാത്തതായിട്ട് മാറുന്നതും മനുഷ്യന്റെ സർഗശക്തി, മനുഷ്യന്റെ അറിവും കഴിവും കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഉപന്യാസം എഴുതാൻ. 6 മാർക്കിന് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് 2 മാർക്കിന്റെയും 1 മാർക്കിന്റെ കൂടെ ചോദ്യങ്ങൾ നോക്കാം. കുതിരയായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? മനുഷ്യന്റെ സർഗശക്തിയെ, മനുഷ്യന്റെ അറിവ്, കഴിവ്, ക്രിയേറ്റിവിറ്റിയെയാണ് ഇവിടെ കുതിരയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള ഒരു വരിയായിരുന്നു, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മനുഷ്യന്റെ സർഗശക്തിയാകുന്ന കുതിരയെ തളയ്ക്കാനോ അതിന്റെ മാർഗം മുടക്കാനോ ആർക്കും കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ്. 1 മാർക്കിനും ചോദിക്കാറുണ്ട് ഇവിടെ എന്താണ് തെളിയുന്നത്. അപ്പോൾ ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ് ഇവിടെ കവി ഈ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ കുതിരയെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. അടുത്തത് പുത്തൻ അശ്വമേധം എന്ന് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുത്തൻ അശ്വമേധം എന്ന് പറയുന്നത്? അതായത് പുരാണത്തിലും ചരിത്രത്തിലും അശ്വമേധം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അധികാര സ്ഥാപനത്തിന്റെയും അധീശത്വത്തിന്റെയും അടയാളമാണ് അശ്വമേധം. സർഗശക്തിയുടെ അധീശത്വമാണ് കവി ഇവിടെ നടത്തുന്ന അശ്വമേധത്തിന്റെ ലക്ഷ്യമേധം. അപ്പോൾ ഒരു അധീശത്വം അതിനെയാണ് ഇവിടെ പുത്തൻ അശ്വമേധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ചെമ്പൻ കുതിര എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? ചെമ്പൻ കുതിര എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത കരുത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ കരുത്തിന്റെ, ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ ചെമ്പൻ കുതിര എന്ന് പറയുന്നത്. അടുത്തത് കുതിരയുടെ കരുത്തിന് എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത്? അതായത് കാലിനും കണ്ണിനും കാലിന് എന്തുണ്ടായിരുന്നടാ? അതായത് ചെമ്പൻ കുതിരയുടെ കണ്ണുകളിൽ ഉന്മേഷവും കാലുകളിൽ ഉത്സാഹവും ഉണ്ടായിരുന്നു. അപ്പോൾ കാലുകളിൽ ഉന്മേഷം, കണ്ണുകളിൽ ഉന്മേഷം, കാലുകളിൽ ഉത്സാഹം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുതിര അതിന്റെ സിദ്ധി നേടിയത് എവിടെ നിന്നാണ് കുതിര ആദ്യമായിട്ട് ഈ സിദ്ധി നേടിയത്? അതായത് ഈ അറിവ്, നമുക്ക് ഇങ്ങനെ ചിന്തകൾ ഉപയോഗിക്കാനുള്ള കഴിവൊക്കെ എവിടെ നിന്നാണ് നേടിയത്? അതെ, നമ്മൾ പഴയ കാലഘട്ടത്തിൽ നിന്നാണ്, പുരുഷാന്തരങ്ങളിൽ നിന്നാണ്. അതായത് 100 വർഷം മുൻപാണ് മനുഷ്യൻ ഈ കഴിവ് നേടിയിരിക്കുന്നത്. അല്ലെ, അതും പ്രകൃതിയോട് പടപൊരുതിയിട്ടാണ് ഈ ഒരു കഴിവ് നേടിയിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികള്, പ്രകൃതിക്ഷോഭങ്ങള്, മഹാമാരികള്, ഇതിനോടൊക്കെ തരണം ചെയ്താണ് ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുന്നത്. ഇനി പ്രകൃതിയോട് പടപൊരുതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദിമ മനുഷ്യന് ഒട്ടനവധി പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും ഒക്കെ പ്രകൃതിയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ പ്രകൃതിയോട് പടപൊരുതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വരിയാണ് മന്ത്രമായൂര പിഞ്ചിക ചാലന തന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ സർഗശക്തി, മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത് ഏതെങ്കിലും മന്ത്രത്തിൽ നിന്നോ തന്ത്രത്തിൽ നിന്നോ മായയായിട്ടോ ഒന്നും ലഭിച്ചതല്ല. അത് ജന്മസിദ്ധമായിട്ട് മനുഷ്യനിലുള്ള കഴിവാണ്. അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ സർഗശക്തി എന്ന് പറയുന്നത് മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ജാലവിദ്യയോ അല്ല. അതെന്താണ്? ആർക്കും അതിനെ തളയ്ക്കാനും പറ്റില്ല. അത് ജന്മസിദ്ധമായിട്ട് മനുഷ്യന് കിട്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു വരിയായിരുന്നു
കാട്ടിൽ വെച്ച് കണ്ടെത്തി കാട്ടുപുൽ തണ്ട് നൽകി എന്താണ് വളർത്തി ആര് പ്രതിഭാമഹർ എന്ന് പറയുന്ന ഒരു വരി ഉണ്ടായിരുന്നു. ആരെ കുറിച്ച് അവിടെ പറയുന്നത്? അതായത് ആദ്യ കാവ്യം എന്ന് പറയുന്നത് രാമായണമാണെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അത് കാട്ടിൽ വെച്ച് കണ്ടെത്തി എന്നതുകൊണ്ടും ഒരു ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വനവാസികളായിട്ടുള്ള ആദിമ മനുഷ്യനിലും സർഗശക്തി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് മനുഷ്യൻ ജനിച്ച ആദിമവാസികളായിട്ടുള്ള മനുഷ്യരിൽ എന്താണ്, സർഗശക്തി ഉണ്ടായിരുന്നു. അവർ ഗുഹാചിത്രങ്ങൾ, കാട്ടിലെ നൃത്തം, പാട്ട് എന്നിവയിലൂടെ ആ സർഗശക്തി അവരും വികസിപ്പിച്ചു എന്നതും ഈ വരികളുടെ ഒരു ആശയം തന്നെയാണ്. ഇവിടെ എന്താണ്, പൂർവികരെയാണ് മുത്തശ്ശിമാർ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും കേട്ടുപഠിച്ച പാഠങ്ങൾ നൽകി സർഗശക്തിയാകുന്ന കുതിരയെ വളർത്തി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നാടോടി സാഹിത്യത്തിലൂടെയാണ് നമ്മുടെ കവിത വളർന്നത് എന്ന് സാരം. അടുത്ത ചോദ്യം എന്താണ്? ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി, അല്ലെ? ആ ഒരു പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഒരു കാലഘട്ടത്തിൽ എന്താണ്, നമ്മൾ ദേവതാസ്തുതികൾക്കും ഭക്തികൾക്കും മാത്രമായിട്ട് നമ്മുടെ സാഹിത്യം ഉപയോഗിച്ചിരുന്നു. അതിനെയാണ് അല്ലെ നമ്മൾ ദേവതാസ്തുതിപരമായിട്ടുള്ള സ്തോത്ര കാവ്യങ്ങൾ, ഭക്തി പ്രസ്ഥാനം, ഇതിനെയൊക്കെയാണ് ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെയും എന്താണ്, നമ്മുടെ സർഗശക്തിയെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. ഇനിയോ, രാജകീയോന്മത്ത സേനകൾ വന്നു പടപ്പാളയത്തിൽ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് രാജകീയോന്മത്ത സേനകൾ? അതായത് രാജഭരണക്കാർ, അല്ലെ? അപ്പോൾ കവികൾ കൊട്ടാര കെട്ടുകളിൽ ആസ്ഥാന ഗായകരായി തളച്ചിടക്കപ്പെട്ടിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് ഒരു കാലത്ത് നമ്മുടെ രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കവികളൊക്കെ എന്താണ്, കൊട്ടാരത്തിലെ ആസ്ഥാന ഗായകരായിട്ട് അല്ലെങ്കിൽ എഴുത്തുകാരായിട്ട് തളച്ചിടക്കപ്പെട്ടിരുന്നു. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാജസ്തുതികൾ മാത്രമായിരുന്നു അന്നത്തെ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നത്. ഇനിയോ, ആഗമ തത്വവേദികൾ. ഇതാണ് മിസ് പറഞ്ഞത് ഉയർന്ന ജാതിക്കാരൊക്കെ കുറിച്ച്. ആഗമ തത്വവേദികൾ വന്നു യോഗദണ്ഡിൽ അതിനെ തളയ്ക്കുവാൻ. ആഗമ തത്വവേദികൾ ആരാണ് മക്കളെ? അപ്പൊ നിങ്ങൾ എഴുതണം, വേദവും ഉപനിഷത്തുകളും അടങ്ങിയ വൈദിക സാഹിത്യത്തെയാണ്, വേദസാഹിത്യത്തെയാണ്, ബ്രാഹ്മണരൊക്കെ ഉപയോഗിച്ചിരുന്ന വേദസാഹിത്യത്തെയാണ് ആഗമ തത്വവേദികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഋഷിമാരെയും ബ്രാഹ്മണരെയും ആഗമ തത്വവാദികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സന്യാസിമാരെയും ബ്രാഹ്മണരെയുമാണ് ആഗമ തത്വവാദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ യോഗദണ്ഡിൽ സാഹിത്യത്തെ തളച്ചിട്ടു. യോഗദണ്ഡിൽ തളച്ചിട്ടു എന്ന പ്രയോഗം അറിവും വേദവും ബ്രാഹ്മണരുടെ മാത്രമായിരുന്നു. യോഗദണ്ഡിൽ തളച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അറിവും വേദവും ഒക്കെ എന്താണ്, ഈ ബ്രാഹ്മണരുടെയും ഋഷിമാരുടെയും മാത്രം സ്വത്തായിട്ട് ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നു. എന്നാൽ അവിടെ നിന്നും എന്താണ്, നമ്മുടെ തൊഴിലാളികളിലേക്ക് സാഹിത്യം എന്താണ് പോയി കഴിഞ്ഞിരുന്നു. അവർക്കും എന്താണ്, സാഹിത്യത്തെ അല്ലെങ്കിൽ മനുഷ്യന്റെ സർഗശക്തിയെ തളച്ചിടാൻ പറ്റിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ആശയം വ്യക്തമായി എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നിങ്ങൾക്ക് ഏത് പാഠമാണ് വേണ്ടതെന്ന് നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു എക്സാം തകർത്ത് എഴുതണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.